യോഗികൾ കടലിനടിയിൽ 400 വർഷം ഇരുന്ന് എങ്ങനെയാണ്? സഹസ്രാരത്തിലൂടെ പ്രാണശക്തി വലിച്ചെടുത്തിട്ടാണ്, മൂക്കിലൂടെ അല്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് താൽക്കാലിക സമാധിയിൽ നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. 4 മണിക്കൂർ 5 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഇങ്ങനെ നമ്മളില്ലാതിരിക്കുന്ന സമയത്ത് ഇതുവഴിയാണ് സംഭവിക്കുക. മൂക്കിലൂടെ ശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ സംസാരിച്ചിരുന്നു, മനുഷ്യജന്മം എന്ന് പറയുന്നത് 3 ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞിരുന്നു, 3 തലത്തിലാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ യോഗികളെ സംബന്ധിച്ചാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ച് 2 ഡയമെൻഷനേ ഉള്ളൂ. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നീ ജനിച്ചാൽ നരകത്ത് തന്നെ അല്ലേ. അപ്പം ജനിച്ചത് ഇവിടെ ഭൂമി, നരകം ഇവിടെ തന്നെ, 2 ഇവിടെ തന്നെ. പക്ഷേ മരണം ശരീരം പാതാളത്തിൽ. അതായത് ഈ 3 ഡയമെൻഷൻ അല്ലെങ്കിൽ ത്രികാലജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേഷൻ ഇതെല്ലാം 3 തന്നെയാണ്. ഈ 3 ഡയമെൻഷൻ 3 മൂർത്തികളെ ഉള്ളൂടെ. 4ാമത് ഡയമെൻഷനും 18 ഡയമെൻഷനും ഒന്നും ഇല്ല. 3 ഡയമെൻഷൻ നമ്മുടെ ശരീരത്തിലെ ഉൾബോധത്തിനെ 3 ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഭൂമി തത്വമാണ്, ശിവൻ എന്ന് പറഞ്ഞാൽ ആത്മതത്വമാണ്, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മതത്വം. ഇതാണ്. അപ്പം ത്രികാലജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ 3 ലോകം എന്ന് പറഞ്ഞാൽ 3 അറിവാണ്, 3 ജ്ഞാനമാണ്, അതിനെക്കുറിച്ചുള്ള അറിവാണ്. 3നെയും കുറിച്ച് വിവരിക്കാൻ യോഗികൾക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ 3 ഡയമെൻഷനിൽ എത്തുന്ന ഒരാൾക്ക് മാത്രമേ ഈ ശരീരത്തെ പൂർണ്ണമായിട്ട് തനിക്ക് സ്വയം വേർപെട്ട് ആത്മാവിൽ ലയിച്ച് പോകാൻ കഴിയുള്ളൂ. അതിനാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. എല്ലാം മോക്ഷമല്ല. അതായത് ഏതെങ്കിലും ഭൗതികത്തിലെ വസ്തുവിൽ ലയിച്ചുകൊണ്ട് അതാണ് സത്യം എന്ന് മനസ്സിലാക്കി പോകുന്ന ആധ്യാത്മികതയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ലയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് മരണശേഷം അയാൾ അതിലായിരിക്കും ഉണ്ടായിരിക്കാം, ഭൂമിയിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നത് ഗർഭപാത്രത്തിനുള്ളിലാണ്. അത് അമ്മ അല്ലെങ്കിൽ സ്ത്രീ എന്ന സങ്കല്പം. അതുകൊണ്ട് തന്നെ ഭൂമി സ്ത്രീ എന്ന സങ്കല്പമാണ്. ആ കുട്ടി വയറ്റിൽ കിടക്കുന്ന സമയം ശ്വസിക്കുന്നത് പാതാളവാസിയായിട്ടാണ് ജനിക്കുന്നത്. അതായത് പൊക്കിൾ ഇവിടെയാണ് പാതാളം. അതായത് നമ്മുടെ സ്വാധിഷ്ഠാനവും ഈ പൊക്കിളും ആണ് ഈ 3 ചക്രാസും പാതാളവാസിയാണ്. ഭൗതികത്തിലെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആത്മാവ് ജനിക്കുന്നത്. ഈ പറഞ്ഞ പൊക്കിൾ കുടിയുടെ സൂര്യനാടിയാണ്. താഴെ പാതാളവാസി എന്ന് പറയുമ്പോഴത്തേന് സ്വാധിഷ്ഠാനവും മൂലാധാര ചക്രവുമാണ്. അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചിട്ടാണ് ജനനം സംഭവിക്കുന്നത്. അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുന്ന വ്യക്തി ജനനത്തിലൊക്കെ പ്രത്യേകത കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് പൊക്കിളിലൂടെ ആയിരിക്കും ഈ കുട്ടി ശ്വസിക്കുന്നത്, പ്രാണനെ സ്വീകരിക്കുന്നത്. പുറത്ത് വരുമ്പോൾ ഭൂമിവാസിയായി. ഈ ഭൂമിവാസിയായ കുട്ടി തൻ്റെ മൂക്കിലൂടെ ആയിരിക്കും ശ്വസിക്കുക. അതായത് പാതാളവാസത്തിൽ നിന്നും ഭൂമി തത്വത്തിലെത്തി ഇവൻ മരിക്കുന്നത് വരെ ഈ തേടയെന്ന് പറഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഇവിടെ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന് മുകളിലോട്ട് പോകത്തില്ല. അതിനൊരു ഉദാഹരണം, അതിന് പുനർജനനം എന്ന് പറയും. അതുകൊണ്ട് ക്ഷേത്രവും ശരീരതത്വമാണ്, ശരീരത്തിൻ്റെ ആകൃതിയിലാണ്. ഈ കൊടിമരം നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൊടിമരത്തിന് നടുക്കെന്ന് വെച്ചിട്ട് അത് മുകളിൽ നിന്ന് ഏറ്റവും മുകളിൽ കുറച്ച് താഴെ നിന്ന് ഈ കൊടിമരത്തിൻ്റെ കമ്പിങ്ങനെ നിൽക്കുന്നത്. അവിടെ കൊടി കയറി ഇറങ്ങുക, മേലോട്ട് പോകത്തില്ല. എന്നാൽ മേലോട്ട് കൊടുത്തേക്കുന്നത് എന്തിനാണ്? മേലോട്ടുണ്ടെന്നും എന്നാൽ ഞാൻ തിരിച്ച് വീണ്ടും ജനിക്കുന്നു. കൂടുതൽ ശക്തി ഡെയിലി പോയി യോഗം ചെയ്യുന്നു, താഴെ വരുന്നു, യോഗം ചെയ്യാൻ. അത് മനുഷ്യൻ്റെ തത്വം ആണ് അവിടെ സ്വീകരിച്ചത്. എന്നാൽ ആത്മീയ തത്വത്തിൽ ആധ്യാത്മികതയിലേക്കുള്ള പടിയാണത്. കുണ്ടലിനെയാണ് നട്ടലിൻ്റെ കശുവരികളാണ് വെട്ടെന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചവാദ്യം മുഴക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പഞ്ചതത്വങ്ങളാണ്. വേറെ ആ രഹസ്യം ഞാനിപ്പോൾ പുറത്ത് പറയുന്നില്ല. അതിനാണ് പഞ്ചവാദ്യം അവിടെ മുഴങ്ങുന്ന കാരണം. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത്, അത് രഹസ്യമാണ്. അപ്പോൾ ആ ഒരു തത്വം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ 2 തരത്തിൽ ജീവിക്കുകയാണ് ഒരു കുട്ടി. അപ്പം മരിക്കുമ്പോൾ വീണ്ടും പാതാളവാസിയാവും. അതിനാണ് കൊണ്ട് അടക്കം ചെയ്യുന്നത്, ഭൂമിയിൽ കൊണ്ട് വെക്കുന്നത്. ഇവൻ തിരിച്ച് വീണ്ടും എങ്ങനെയാണോ ജനിച്ചത് ആ പാതാളവാസിയിലേക്ക് പോവുകയാണ്. തിരിച്ച് വീണ്ടും ജനിക്കുമ്പോൾ മൂക്കിലൂടെ ശ്വസിച്ച് വീണ്ടും പാതാളവാസിയാണ്. ഇത് ഈ സർക്കുലേഷൻ 2 ഡയമെൻഷൻ. അപ്പോൾ സാധാരണ മനുഷ്യൻ 2 ഡയമെൻഷൻ. 3 ഡയമെൻഷൻ യോഗിയാണ്. അതായത് ഈ ഒരു മത്സ്യം എങ്ങനെയാണോ വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ ചെകിളയിലൂടെ പ്രാണശക്തി വലിക്കുന്നത്, അതാണ് മത്സ്യ അവതാരത്തിന് ആദ്യം കൊടുത്ത പോയിന്റ്. അതാണ് മത്സ്യ അവതാരം വന്നിരിക്കുന്ന ആദ്യത. ശരിക്കൊരു ബ്രഹ്മതത്വം തുടങ്ങുന്ന അവിടെയാണ്. അപ്പം മത്സ്യം തൻ്റെ ചെവികളിലൂടെ പ്രാണനെ വലിക്കുന്ന പോലെ, അവിടെ മൂക്കൊന്നുമില്ല, ശ്വാസം വലിക്കുന്ന പ്രാണശക്തി വലിച്ചെടുക്കുക. സഹസ്രാരം അങ്ങനെയാണ് പ്രാണനെ എടുക്കുന്നത്. യോഗികൾ കടലിനടിയിൽ 400 വർഷം ഇരുന്ന് എങ്ങനെയാണ്? സഹസ്രാരത്തിലൂടെ പ്രാണശക്തി വലിച്ചെടുത്തിട്ടാണ്, മൂക്കിലൂടെ അല്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ് താൽക്കാലിക സമാധിയിൽ നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. 4 മണിക്കൂർ 5 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഇങ്ങനെ നമ്മളില്ലാതിരിക്കുന്ന സമയത്ത് ഇതുവഴിയാണ് സംഭവിക്കുക. മൂക്കിലൂടെ ശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജ്, അപ്പോൾ 3 ഡയമെൻഷൻ, 3ാമത്തെ ഡയമെൻഷൻ എന്ന് പറയും. ആ ഡയമെൻഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പൂർണ്ണമായി ശരീരത്തെ വിട്ടുകൊണ്ട് ലയിക്കുവാൻ സാധിക്കത്തുള്ളൂ. സഹസ്രാരം എന്ന് പറയുന്ന ശരീരത്തിലൊരു സ്ഥാനം മാത്രമാണ്, അവിടെ അല്ല അതിൻ്റെ പോയിന്റ്. അത് നമ്മുടെ ശരീരം വിട്ടാണ്. അത് ആ ബ്രഹ്മാവ് എന്താ പറയുക, എനിക്ക് ക്ഷേത്രമില്ല. അതുകൊണ്ട് ബ്രഹ്മാവിന് ഭൗതിക ക്ഷേത്രം കൊടുത്തിട്ടില്ല.
അതിൻ്റെ അർത്ഥം എനിക്ക് ക്ഷേത്രം ശരീരമാണ്. ക്ഷേത്രവാസിയാണ് ശിവൻ, ക്ഷേത്രവാസിയാണ് വിഷ്ണു. വിഷ്ണു ശരീരമാകുന്നു, ആത്മാവ് ശിവനാകുന്നു. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആത്മാവിരിക്കുന്നത്. അപ്പം രണ്ടും ക്ഷേത്രമുണ്ട്. ഈ ബ്രഹ്മ എന്ന് പറയുമ്പം ശരീരം വിട്ടാണുള്ളത്, പ്രപഞ്ചമാണ്. അതിന് പോയിന്റ് ഉണ്ട്, അത് കാണാൻ പറ്റുമോ? അത് അവിടെയാണ് നമ്മൾ ദീക്ഷ കൊടുക്കുന്നത്. അവിടെ കൊടുക്കുമ്പോഴാണ് ഇവർക്ക് വൈബ്രേഷൻ ഉണ്ടാവുന്നത്. ചിലർ വീഴും, ചിലർക്ക് ബോധം ഉണ്ടാവില്ല, ചിലർക്ക് പിന്നെ വേറെ പല ശബ്ദങ്ങൾ ശ്രമിക്കാൻ പറ്റും, ചിലർ പ്രകാശത്തെ കാണും, ചിലർ ഉയർന്നു പൊങ്ങിപ്പോവും. അങ്ങനെ പല വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത്. അതുപോലെ തേർഡായി ഇപ്പോൾ സാറ് പറഞ്ഞ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഓപ്പണായി കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ശിവൻ ശൂലമോ അല്ലേ, ഡിസൈൻ ഇങ്ങനെ നെറ്റി വരുമെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇദ്ദേഹത്തിന് അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, സൈഡിലൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സത്യമാണ് അല്ലേ. അതിപ്പോൾ പലരും ഇത് പറയുമ്പോൾ ഇതൊക്കെ വെറുതെയാണെന്നും ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്യൂഡോ സയൻസ് ആണെന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും പറയുന്നത് ശാസ്ത്രം തന്നെയാണ്. ഇതിനെപ്പറ്റി തിരിച്ചറിയുന്നവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ അറിയാനുള്ള വ്യഗ്രത ഉണ്ടാവും. അങ്ങനെയുള്ളവരാണ് ഈ സാറ് പറഞ്ഞ പോലെ അല്ലെ ആ ലെവലിലേക്ക് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് ബ്രഹ്മത്തിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നതിൽ അതൊരു ജന്മോദ്ദേശവും കർമ്മത്തിന് അധിഷ്ഠിതവും ഒക്കെ ആണ്. അപ്പം സാറ് ക്ലാസ്സസൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്ലാസ്സുകളാണ് ഇപ്പോൾ എടുത്തു പോരുന്നത്? നമുക്ക് ഈ ഒരു യോഗവിദ്യ ചെയ്യുന്നത് വാശിയോഗമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതായത് വാശിയോഗത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ എനിക്ക് വാശിയോഗത്തിൽ ഗുരുക്കൾ ഇല്ല, കുണ്ടലിനി യോഗയിലൊക്കെ ഉണ്ട്. അത് കൃഷ്ണമൂർത്തിയാണ് എൻ്റെ ഗുരു. അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് സമാധിയായതാണ്. തമിഴ്നാട്ടിലെ ടിൻഡികൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിന് മുമ്പ് ഫേക്കന്മാരുടെ കുറേ ആൾക്കാരടുത്ത് പോയിട്ടുണ്ട്. നമ്മൾ ശിഷ്യനാണല്ലോ ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നത്, ഗുരു അല്ല ശിഷ്യനെ തിരഞ്ഞെടുക്കുന്നത്. ഗുരു ഒരിക്കലും വീമ്പിളക്കി പറയാൻ പാടില്ല ഇതാണ് ശിഷ്യനാണെന്ന് പറയാൻ പാടില്ല. ശിഷ്യനാണ് പറഞ്ഞത് അതെൻ്റെ ഗുരുവാണ്. ഒരിക്കലും ഒരു ശിഷ്യൻ ഗുരുവിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ ഗുരു ഒരിക്കലും ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചത് എൻ്റെ ശിഷ്യനാണെന്ന് പറയാൻ പാടില്ല. എൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരിക്കലും ആരും ചൂണ്ടിക്കാണിച്ചത് അതിൻ്റെ ശിഷ്യനാണെന്ന് പറയില്ല. അയാൾ എന്നെ എന്ന് അംഗീകരിക്കുന്നു അന്ന് മാത്രമാണ് അദ്ദേഹം എൻ്റെ ശിഷ്യനാവുന്നുള്ളൂ. അങ്ങനെയാണ് തത്വം. അപ്പോൾ അങ്ങനെയുള്ള വലിയ യോഗി തലത്തിലിരിക്കുന്ന ആൾക്കാർ എനിക്ക് ഗുരുക്കന്മാരായിട്ടുണ്ട്. ഒരു വാശിയോഗം നമുക്ക് മരുത്താമലയിൽ ഞങ്ങൾ പതിവായി പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധോദിച്ച ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയും ഇരുന്ന സ്ഥലമാണ് മരുത്താമല. അവിടെ പോയി ഞങ്ങൾ 20 ദിവസം 30 ദിവസം 40 ദിവസം അങ്ങനെ നീണ്ട കാലം ഇരുന്നിട്ടാണ് ബോധമുണ്ട്. അവിടെയാണ് ആദ്യത്തെ താൽക്കാലിക സമാധി എനിക്ക് സംഭവിക്കുന്നത്. എൻ്റെ പ്രഥമ ശിഷ്യൻ എൻ്റെ കൂടെ സഹായിയായിട്ട് വന്ന ആളാണ് പ്രഥമ ശിഷ്യൻ, ആദ്യത്തെ ശിഷ്യൻ. അതായത് കൊല്ലത്ത് വെച്ചാണ് ഫസ്റ്റ് ദീക്ഷ. അപ്പോൾ അവിടെ എൻ്റെ 4-5 മണിക്കൂർ ഇല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളില്ല അവിടെ. പിന്നെ പക്ഷെ നമുക്കൊരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ഇരുന്നായിട്ട് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ തിരിച്ചു വരുമ്പോൾ ശരീരം ഉണ്ടാവില്ല, ശരീരമെല്ലാം മരവിച്ചിരിക്കും, ഐസ് പോലെ തൊട്ടാൽ തണുപ്പാവും, ഫുള്ള് കൂളായിരിക്കും ബോഡി, ബോധം ഉണ്ടാവില്ല. നമ്മളെ ശരീരബോധം ആയി പറഞ്ഞാൽ സമയമെടുക്കും. കൈകാലം നൂന്നാൽ തന്നെ കുറേ സമയമെടുക്കും, ബാലൻസ് തെറ്റിപ്പോവും, കുറേ നേരം ഇരിക്കില്ല, അങ്ങനെയൊക്കെയുള്ള സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ വന്നതിന് ശേഷമാണ് നമ്മളിത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനല്ല, പ്രഥമ ശിഷ്യനാണ് ഇത് എല്ലാവരിലും എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ദീക്ഷ അദ്ദേഹത്തിനാണ് ലഭിച്ച. രഹസ്യം കിട്ടിയത് അദ്ദേഹത്തിന്. എൻ്റെ കൂടെ എന്നാൽ കൂടിരുന്ന ആളാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ആ രഹസ്യം ലഭിച്ചില്ല. നമ്മുടെ ജന്മഗുണമാണ്. അതിൻ്റെ ഗ്രഹനിലയിലും പറയുന്നുണ്ട്. അത് ഗ്രഹനില പഠിക്കണമെന്ന് പറഞ്ഞാൽ ഗ്രഹനിലയ്ക്കകത്ത് വ്യക്തമായിട്ട് ഇയാൾ ആരായിത്തീരുന്നുണ്ട്. ഈ ജന്മം കൂടി ഉള്ളൂ സമാധിയാവുന്ന ഗ്രഹനില എഴുതിയിട്ടുണ്ട്. അത് 12ാം ജ്യോതിഷം അറിയാവുന്നവർ ഇപ്പോൾ കേൾക്കുന്നത് അതൊക്കെ 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയും അത് വ്യാഴത്തിന് ക്ഷേത്രമായി വരികയും വ്യാഴം 4ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്തേക്ക് വീക്ഷിക്കുകയും അവിടെ കേതുവുമായി യോഗം ചെയ്യുകയും ചെയ്താൽ സമാധിയാണ്. അത് 7ാം ഭാവാധിപനായ ചന്ദ്രൻ വരികയാണെങ്കിൽ പൊതുജന സമ്മതനായിട്ട് സമാധിയാവുന്നു, മോക്ഷം ഉണ്ടാവുന്നു. അതതിൻ്റെ ഒരു ജ്യോതിഷം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഈ യോഗം ഉണ്ട്. അത് സ്വയംഭൂ എന്ന് പറയും, സ്വയം ജനിക്കുക എന്ന് പറയും. 80-85 ജന്മം പൂർത്തിയാകുമ്പോൾ ഒരു ഗുരു ഉണ്ടാവും. 80 സ്വയം ജനിക്കും. അങ്ങനെ ക്ലൻസായി അതാ ഈ ചക്രാസിൽ കയറുന്നത്. ഓരോ ചക്രത്തിൽ ഇരുന്ന് ഇവിടെ എത്തുമ്പോൾ ബോധവദിക്കും. ഇതല്ല സത്യം, അതാണ് സത്യം, ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കിയിട്ട് പോയിരിക്കും. ഗുരുക്കന്മാരിലൂടെ കിട്ടുന്ന വ്യക്തികൾക്ക് ഗുരുവാൻ കഴിയില്ല. ആ ഗുരുക്കന്മാരിലൂടെ മോക്ഷത്തിലേക്ക് പോകാനും മറ്റൊക്കെ സാധിക്കും. ഒരു ഗുരു ആവണമെങ്കിൽ സ്വയംഭൂ ആവണം, സ്വയം ജനിക്കണം എന്നാണ്. അതിനാണ് മരുത്താമലയിൽ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമി പോയി ഇരുന്നു കൊണ്ടാണ് അവർ ബോധോദയം ഉണ്ടായിട്ടുള്ളത്. എല്ലാവർക്കും 100ഓളം ആൾക്കാർക്ക് ബോധോദയം ജനിച്ചത് മരുത്താമലയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രഥമ ശിഷ്യന് കൊടുത്തപ്പോൾ അദ്ദേഹം എല്ലാവരിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിന് അടിസ്ഥാനത്തിൽ കൊല്ലത്ത് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നമ്മൾ ഏതാണ്ട് ഒരു 10,500-2000 പേരോളം ശിഷ്യന്മാരിപ്പം നിലവിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി. പലർക്കും ഈ വിദേശത്ത് ദുബായിൽ അതുപോലെ കുവൈറ്റ് ഒക്കെ ഉള്ള ആൾക്കാർ നമുക്ക് ഓൺലൈൻ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഓൺലൈൻ നയനദീക്ഷ കൊടുക്കാൻ പറ്റും. കണ്ണുകളിലൂടെ നമ്മൾ ബോധമാണല്ലോ കണക്ട് ചെയ്യുന്നത്. അല്ലാതെ ഈ ശരീരത്തിൽ തൊട്ടല്ല ഈ പ്രവൃത്തി നടക്കുന്നത്. ശരീരത്തിൽ തൊട്ടല്ല ദീക്ഷ, അയാളുടെ ബോധത്തിൽ കയറി ഇടപെടുവാണ്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ബോധത്തിൽ കയറി ഇടപെട്ട് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ബോധത്തിനെ
ഈ ആത്മീയത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അത് നയനദീക്ഷയിലൂടെ അവർക്ക് രഹസ്യം അപ്പം തന്നെ കിട്ടും. അതിൽ വരെ കിട്ടാത്ത കാര്യം അപ്പോൾ അവർ കേൾക്കുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അതിലിരിക്കാൻ പറയും നമ്മൾ. എന്നിട്ട് ബാക്കി ശരീരത്തിലുള്ള പ്രാക്ടീസാണ് പിന്നെ ആ ഒരു തലത്തിലെത്തിക്കാൻ. ശരീരബോധം കുറയ്ക്കാനുള്ള ചില കാര്യങ്ങൾ. ശരീരബോധം കുറഞ്ഞാലേ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകാതെ രഹസ്യത്തിലേക്ക് പോകുമ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അങ്ങനെയാണ് 3 ഡയമെൻഷനിലേക്ക് എത്തുക. ട്രിവാൻഡ്രത്ത്, തൃശ്ശൂർ, പിന്നെ കണ്ണൂർ. അതായത് നമ്മൾ നേരിട്ടുള്ള ദീക്ഷ കൊടുക്കുന്നത് തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ 3 സെൻറ്ററാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ക്ലാസ്സുകൾ എടുത്തു പോരുന്നത്. 4 ക്ലാസ്സുകളായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ആശ്രമം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആശ്രമത്തിലേക്ക് വരേണ്ടി. ആശ്രമം ഡാം അല്ലേ? ഭൂമിയൊക്കെ വാങ്ങിച്ചു തുടങ്ങി. നമ്മൾ ഈ ഫീസൊക്കെ വാങ്ങുന്ന അതിനാണ്. ചാരിറ്റിയൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അത് ചെയ്ത് ആശ്രമമായി കഴിഞ്ഞാൽ പിന്നെ ഫീസൊന്നും വാങ്ങത്തില്ല, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഒരുപാട് വലിയ പദ്ധതികളുമായിട്ട് അല്ലേ, ദൈവനിശ്ചയം അങ്ങനെയാണ്. അപ്പം ആ തലത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം സാറിനെ ഞങ്ങൾക്ക് ഇത്രയും നേരം ഒരുപാട് അറിവുകൾ നമ്മുടെ പ്രേക്ഷകർക്കും എനിക്കും ഒക്കെ പകർന്നതിൽ അതിയായ സന്തോഷവും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം ഇനിയും ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം താങ്കളെ അല്ലേ, സാറിനെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കാമല്ലോ. ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ 4 ലെഫ്റ്റ് അടിക്കത്തില്ല. ശരിയായ ഒരു തത്വം എത്തിക്കുന്നതിന് നമ്മൾ പറഞ്ഞുകൊണ്ട് പോണെങ്കിൽ എന്തായാലും 2 വർഷം മുമ്പ് ചെയ്ത് 2 വർഷം അതിൽ കുറച്ച് മാസം കൂടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അന്ന് സംസാരിച്ചു. അന്ന് കുറച്ച് കാര്യങ്ങൾ, പുതിയ അറിവുകളായിരുന്നു എനിക്ക് അന്ന്. അപ്പം അത് കിട്ടിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുകളിലോട്ട് പോകും തോറും ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കും. ഓരോരോ കാര്യങ്ങളിലേക്ക് റിസർച്ചറാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ട് എങ്ങനെയാണ് ഒരു കുട്ടി നടക്കാൻ പഠിച്ച് അവൻ ഒരു വലിയ അറിവാകുന്നത്, അതുപോലെയാണ് യോഗവിദ്യയിലും. തുടക്കത്തിൽ നടന്ന് വലിയ പുരുഷനായി മാറുകയാണ്. അത് രണ്ടും ഒരേ കണക്കാ സ്റ്റേജ്. അപ്പം യോഗവിദ്യകൾ അങ്ങനെയൊക്കെ തിരിച്ചറിയാനും അറിയാനും ഒക്കെ സാധിച്ചതിൽ വലിയൊരു യോഗം സൃഷ്ടിച്ച ഒരാളായിട്ട് ഞാനും ഭാഗ്യം ചെയ്ത ആളായിട്ട് വിശ്വസിക്കുന്നു. അപ്പം ഇത്ര നേരം സംസാരിച്ചു. വേറെ സപ്പോർട്ടായി ഒരു തമിഴ്നാട്ടിൽ വെച്ചൊരു ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ സമയത്ത് അവിടുത്തെ അവതാരിക യൂട്യൂബിലെ ഇൻ്റർവ്യൂ ആണ്. യോഗം ചാനൽ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അവർ ഞാനും 5 മണിക്കൂറോളം ഇരുന്ന് ഇൻ്റർവ്യൂ നടത്തി. ഈ നമ്മുടെ ബോധത്തിനോട് അടുത്തിരിക്കുമ്പം ദീക്ഷ എടുക്കാതെ തന്നെ ബോധം ലഭിക്കും. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവർ പെട്ടെന്ന് 2 കാതും അങ്ങ് അടച്ചു. ഒരു 4 മണിക്കൂറോളം ഇരുന്നു. അടച്ചിട്ട് ഇൻ്റർവ്യൂ നിർത്തി വെക്കാൻ പറഞ്ഞു. അവർക്ക് അസഹനീയമായ ഒരു ഭയങ്കരമായ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവർ ഇതിൻ്റെ നിർത്തിച്ചിട്ട് 2 ചെവി അടച്ചിട്ട് എനിക്ക് എന്തോ കുഴപ്പം പറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ എന്നോട് രഹസ്യം ഞാൻ പറയുന്നില്ല, അത് എന്നോട് ഞാൻ പറഞ്ഞത് ബ്രഹ്മരഹസ്യമാണ്, നിങ്ങൾക്കത് ലഭിച്ചതാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അവർക്കുണ്ടായ മറ്റേ തമിഴ്നാട് ഒരു TV ചാനലിൽ അവരിപ്പോൾ അവതാരകയാണ്. ഈ ഇതിനിരിക്കാൻ തുടങ്ങിയ ശേഷം അവർ പ്രമോഷൻ ഉണ്ടാവും. അത് അടുത്തിരിക്കുമ്പം തന്നെ ഈ ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് അവരുടെ ബോധം നമ്മുടെ ഹയർ അനുസരിച്ച് അവർ ഉയരാൻ തുടങ്ങും. അങ്ങനെ അവർ രഹസ്യം കേൾക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സംഭവം. ഇപ്പം അതിന് പുറത്ത് വിടത്തില്ല. അത് നമ്മുടെ ശിഷ്യന്മാർക്ക് മാത്രമേ പറഞ്ഞു. എന്തായാലും അങ്ങനെയെല്ലാം നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കട്ടെ. അനേക തലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. എല്ലാവരും കേട്ടുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.